എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ വേണം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ഒരു നുള്ളു മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകണ്ട. ഇതാ ഈ ഒരു രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കാം. ഇനി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഇത് നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന വലിപ്പത്തിലുള്ള 5 പീസ് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ആയിരുമ്പോൾ അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു പകുതി സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാളയും കൂടി ഒന്ന് വഴട്ടിയെടുക്കാം. സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മതിയാകും. നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നീട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചക്കുത്ത മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയ സോസാണ്. 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. സോസുകൾ രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിതാ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുത്ത മസാലയും ചിക്കനും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്ത ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ വളരെ ചെറുതായിട്ടരിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫില്ലിങ്. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്തൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതായി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് പൊടിമാവൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ എത്രത്തോളം വലുപ്പത്തിൽ പരത്താൻ പറ്റുമോ അത്രത്തോളം വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു അടപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം വലിപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയൊരു അടപ്പ് വെച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതാ ബാലൻസുള്ള മാവ് പരത്തിയത് ഇതേപോലെ അങ്ങ് മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ബാലൻസുള്ള മാവെല്ലാം മാറ്റിയതിന് ശേഷം അത് നമുക്ക് വീണ്ടും ഒന്നുകൂടി പരത്തി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നീട് വേറൊരെണ്ണം എടുത്ത് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കവർ ചെയ്ത് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സീൽ ചെയ്തെടുക്കാം. ഫില്ലിങ് ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം കൈ വെച്ച് ഒന്നുകൂടെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫില്ലിങ് ഉള്ളിൽ തന്നെ ഇരിക്കണം. നമുക്കിത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാനാണ്. അപ്പം എണ്ണയിലേക്ക് ഇടുമ്പോൾ ഫില്ലിങ് ഒട്ടും പുറത്ത് വരരുത്. ആ ഒരു രീതിയിൽ സൈഡെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്തതും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ആവശ്യമുള്ള അത്രയും ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പീസ് കൊണ്ട് ഇതേപോലെ കവർ ചെയ്തെടുക്കാം. പിന്നീട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ആ ബാലൻസുള്ള എല്ലാം ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം.
ഇപ്പോൾ സ്നാക്സ് എല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു സൈഡ് നന്നായിട്ട് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത സൈഡും അതേപോലെ നന്നായിട്ട് കളർ മാറി ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളതെല്ലാം ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ തയ്യാറാക്കി വെച്ചിരുന്ന സ്നാക്സ് എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സ്നാക്കാണ്. അതേപോലെ ചിക്കൻ്റെ ഫില്ലിങ്ങും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.